നമുക്ക് കോട്ടയത്തേക്ക് പോകാം. അവിടെ ചെങ്ങളത്ത് വൻ MDMA വേട്ട. ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് ഓട്ടോയിൽ നിന്നുമായിട്ട് 13 ഗ്രാം MDMAയും കഞ്ചാവും പിടിച്ചെടുത്തത്. 3 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. പനച്ചിക്കാട് കുന്നുപറമ്പിൽ മനു KG, ചെങ്ങളം സ്വദേശി സുധി ജബാർ, ഭാര്യ അൽഫിയ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അഖിൽ കെ വിവരങ്ങൾ നൽകും. അഖിൽ, ഈ പ്രതികളെ കുറിച്ച് എന്താണ് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ? ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ടീമാണോ? ഇന്നലെ രാത്രിയിലാണ് സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രിയാണ് എക്സൈസ് സംഘം ചങ്ങളം ഭാഗത്ത് പരിശോധന നടത്തുമ്പോൾ ഓട്ടോറിക്ഷ സംശയാസ്പദ സാഹചര്യത്തിൽ കണ്ടു. പിന്നീട് ഈ ഓട്ടോറിക്ഷ ഒരു ഇടവഴിയിലേക്ക് ഓടിച്ചു കയറി. പിന്നാലെ എക്സൈസ് സംഘം പിന്തുടരുകയും ഓട്ടോയിൽ നിന്ന് നടത്തിയ പരിശോധനയിൽ നിന്നും ആദ്യം ചെറിയ തോതിലുള്ള അളവിൽ 1 ഗ്രാമിലധികം വരുന്ന MDMA കണ്ടെത്തി. ഇത് മനു, അതായത് ചങ്ങളം സ്വദേശിയായിട്ടുള്ള മനുവിനെയാണ് ഈ MDMA പിടികൂടിയത്. തുടർന്ന് മനുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് സുധി ജാബിർ എന്ന് പറയുന്ന വ്യക്തിയാണ് തനിക്ക് ഈ MDMA കൈമാറിയതെന്ന് പറയുകയും തുടർന്ന് സുധി ജാബിറിന്റെ വീട്ടിലേക്ക് പോലീസ് എക്സൈസ് സംഘം എത്തുകയും അവിടെ വെച്ച് പരിശോധന നടത്തുകയും ചെയ്തു. ഈ പരിശോധനയിലാണ് 12 ഗ്രാമിലധികം വരുന്ന MDMA എക്സൈസ് സംഘം കണ്ടെത്തുന്നത്. ഈ സുധി ജാബിർ ഈ സമയത്ത് എക്സൈസ് സംഘത്തെ കണ്ടോടെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 12 MDMA കണ്ടെത്തുകയും ഈ സുധി ജാബിറിന്റെ ഭാര്യ അൽഫിയുടെ അക്കൗണ്ടിലേക്ക് MDMA കച്ചവടം നടത്തിയതിന്റെ തുക വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് പോയി. പിന്നീട് ഈ സുധി ജാബിർ എക്സൈസ് സംഘത്തിന് മുൻപിലെത്തി കീഴടങ്ങുകയായിരുന്നു. എന്തായാലും 13 ഗ്രാമിലധികം വരുന്ന MDMA, ഏകദേശം കുറച്ച് കഞ്ചാവുമാണ് ഇവരുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. സ്ഥിരമായി ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നതാണ് എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. വിൽപ്പന നടത്താനായി എത്തിച്ചു തന്നെയാണ്. അതിനിടയിൽ ഈ മനുവിന് കൈമാറിയത് ഇത്തരത്തിൽ സുധി ജാബിർ ആയിരുന്നു. പ്രധാന കണ്ണി തന്നെയാണ്. അതായത് കൊട്ടം നഗരത്തിലും മറ്റു പ്രദേശങ്ങളുമായി ഈ വിദ്യാർത്ഥികളെ അടക്കം MDMA വിൽപ്പന നടത്തുന്നതിൽ പ്രധാന കണ്ണിയാണ് പിടിയിലായ സുധി എന്നാണ് സുധി ജാബിർ എന്നാണ് പോലീസ് എക്സൈസ് സംഘം പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട 3 പേരെയാണ് നിലവിൽ പോലീസിന് എക്സൈസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. കൂടുതൽ പേരുടെ, അതായത് ഇപ്പോൾ ഈ മനുവിനെ ചോദ്യം ചെയ്യലിൽ നിന്നുമാണ് സുധി ജാബിറിലേക്കും ഒപ്പം അൽഫിയയിലേക്കും എക്സൈസ് സംഘം എത്തിയിരിക്കുന്നത്. അതിൽ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ എന്തായാലും എക്സൈസ് സംഘത്തിനും ഉണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയിലാണ് ഈ 13 ഗ്രാമിലധികം വരുന്ന MDMA പിടികൂടിയിരിക്കുന്നത്. ശരി, അഖിൽ കെയാണ് കോട്ടയത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ